MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ച ഒരു ബണ്ണാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതിനായിട്ട് ഈ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായ പരുവത്തിൽ വേണം കുഴക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്കിത് പൊങ്ങാനായി മാറ്റിവെക്കാം. 2 മണിക്കൂറൊക്കെ മതി ഇത് പൊങ്ങി വരാൻ. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് മെൽറ്റ് ആകുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് വഴറ്റാം. ഇനി ഒരു സവാള ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയാൽ മതി. മൈദയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് 1 കപ്പ് പാൽ കൂടി ചേർത്ത് ഇതൊന്ന് ലൂസാക്കിയിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 250 ഗ്രാം ചിക്കൻ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് പിച്ചെടുത്ത ചിക്കനാണിത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൊസറല്ല ചീസും ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തതും ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ 2 മണിക്കൂറായി. മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. തണുപ്പുള്ള സമയമാണെങ്കിൽ 2 മണിക്കൂറിൽ കൂടുതൽ എടുക്കും ഇത് പൊങ്ങി കിട്ടാൻ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 8 പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. ഇനി ഇത് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ വലുപ്പത്തിലുള്ള ഉരുളയാക്കിയാൽ മതി. ഇതൊരു 10 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റായി. ഇനി ഇത് പരത്തിയെടുക്കണം. കുറച്ച് തിക്കായിട്ട് വേണം പരത്താൻ. ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഇതിനായി ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഈ ഉരുളകൾ വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ. ഇത് നന്നായി പൊങ്ങി വരും. ഇനി നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്യണം. ഒരു മുട്ടയുടെ യോക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിന് മുകളിലായി കുറച്ച് മല്ലിയിലയും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോ ഓവനും അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബൺ റെഡിയായി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. വൈകിട്ട് സ്നാക്കായും അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്